ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു സ്വീറ്റ് റെസിപ്പി ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ നാളായി സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം നവരാത്രിയും ദീപാവലിയൊക്കെ വരികയാണല്ലോ. അപ്പം നമുക്കിന്ന് ഒരു രസഗുള എന്ന് പറയുന്ന സ്വീറ്റ് ഉണ്ടാക്കാം. രസഗുള നമുക്ക് പലരും ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോവാറുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസഗുള വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രസഗുള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് പശുവിൻ പാലാണ് കേട്ടോ. പാക്കറ്റ് പാൽ എടുത്താലും മതി. നല്ല ക്വാളിറ്റി ഉള്ള പാക്കറ്റ് പാല് നോക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാലിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം തിളപ്പിക്കാനായിട്ട്. പാല് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കാം. ഞാനിവിടെ 1 നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങയുടെ നീര് മുഴുവനും വേണം. ഇപ്പം നാരങ്ങയല്ല വിനാഗിരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ടീസ്പൂൺ വിനാഗിരി എടുക്കുക. ഇതിപ്പോൾ 2 സ്പൂൺ നാരങ്ങ നീരുണ്ട്. ഇതിലേക്ക് ഈ നാരങ്ങ നീര് എത്രത്തോളം ഉണ്ടോ അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത്രയും ഇവിടെ മാറ്റി വെച്ചേക്കുക. അവിടെ പാല് തിളയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കാം. പാലിൻ്റെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാല് തിളച്ച് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. നമ്മുടെ പാലിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാരങ്ങ നീര് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്കിതിൽ വെള്ളം ഒന്ന് ഊറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അരിപ്പയുടെ മുകളിൽ വെക്കാനായിട്ട് ഒരു കോട്ടൺ തുണി വേണം. കോട്ടൺ തുണിയിലേക്കാണ് നമ്മളിത് അരിച്ചൊഴിക്കുന്നത്. നമുക്കൊരു ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ വെള്ളം കുറച്ചങ്ങ് നന്നായിട്ടൊന്ന് പൊക്കോട്ടെ. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്പം പോലും വെള്ളം ഇല്ലാത്ത പനീർ കൊണ്ടാണ് നമുക്ക് ഈ രസഗുള ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള നമുക്ക് കിട്ടുള്ളൂ. ഈ വെള്ളം കളയൊന്നും വേണ്ട കേട്ടോ. ഇത് നമുക്ക് കറികൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നതിനോ അതിനൊക്കെ വളരെ നല്ലതാണ്. പാലിലുള്ള സോളിഡ് മിൽക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പാലിൻ്റെ ഒരു ഘടകമാണിത്. ഒരു കാരണവശാലും കളയരുത്. കഴിയുന്നതും അത് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ദിവസമൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ആ നാരങ്ങയുടെ പുളിപ്പൊക്കെ പോകുന്നതിനും ഒക്കെ നല്ലതാണ്. ഇത്രയും കഴുകിയാൽ മതി. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ശരിക്കും പോവാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് നമുക്കിത് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ട് വെക്കുമോ, അല്ലെങ്കിൽ സിങ്കിൽ ഒക്കെ കെട്ടി തൂക്കി ഇടാം. സിങ്കിൽ തന്നെ വേണമെന്നില്ല. ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കെട്ടി തൂക്കി ഇട്ടാലും മതിയാകും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ആദ്യം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്.
എന്നാലും ഒരു കുറച്ച് വെള്ളം കൂടെ കാണാൻ സാധ്യതയുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത പനീറാണ് നമുക്ക് വേണ്ടത്. രസഗുളയ്ക്ക് അങ്ങനത്തെ പനീർ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണത്. അപ്പോൾ നമുക്കിത് ഈ ചെറിയ കുട്ടി ഉരലിൻ്റെ ഒലക്കയാണ് കേട്ടോ, കല്ലാണിത്. ഇതൊന്ന് കയറ്റി വയ്ക്കാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പനീറിൻ്റെ വെള്ളമൊക്കെ പോയോ എന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 3/4 മണിക്കൂർ സമയമാണ് കേട്ടോ വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആണ് അത്രയും സമയം കൊണ്ട് വെള്ളം പോയത്. നന്നായിട്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പനീർ ഇരിക്കുന്നത് കുഴഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇതിൽ നിറച്ച് തരികളുണ്ട്. രസഗുള നല്ല സോഫ്റ്റായി വരാനുള്ള അടുത്ത ഒരു ടിപ്പാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളത്. നല്ലതുപോലെ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് അമർത്തി കൊടുക്കുക. ഇത് ഒരു 10-15 മിനിറ്റ് സമയം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ഉരുള പോലെ ആക്കിയെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് ഒരു 10-15 മിനിറ്റ് സമയം കുഴയ്ക്കുമ്പോഴാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ചേർത്തിട്ടും വേണം അവസാനം കുഴച്ചെടുക്കാനായിട്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ ഉണ്ടല്ലോ, കൂവപ്പൊടി എന്ന് പറയണത്, അതായാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഒരു കുറച്ചും കൂടെ കുഴച്ചതിന് ശേഷം വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 6-7 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലിറ്റർ പാലെടുക്കുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ അത്രയും മതിയാകും. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ കുഴക്കണം കേട്ടോ. എന്നാലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബോൾസിൻ്റെ മുകളിലൊക്കെ ക്രാക്ക് വീഴും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുക നന്നായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ ബോളിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുപോലുള്ള ബോൾസുകളാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. ബോൾസാക്കി വെച്ചിട്ട് വരാം. നമ്മുടെ രസഗുള ബോൾസൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മാത്രം ഇത്തിരി ചെറുതായി പോയി. അപ്പോൾ നമുക്കൊരു 10 എണ്ണം നല്ല വലുപ്പത്തിലുള്ള രസഗുളകൾ ഉണ്ടാക്കാൻ പറ്റും 1 ലിറ്റർ പാലിൽ നിന്ന്. ഇത് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രേ ഉണ്ടായുള്ളൂ. ഇനി നമുക്ക് രസഗുളയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലെടുക്കുമ്പോൾ 2 കപ്പ് പഞ്ചസാര ആവശ്യമാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 6 കപ്പ് വെള്ളം നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം നമുക്ക് രസഗുളയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് 1 ഏലക്കായ പൊട്ടിച്ചിടാം കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് 1 ഏലക്കായ ഞാൻ ഇടണുള്ളൂ. 2 എണ്ണം വരെ വേണമെങ്കിൽ ഇടാം. ഇനി ഒരു കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ഞാൻ ഇടണുണ്ട്. ഇത് വേണമെന്നുള്ളതല്ല കേട്ടോ, നിർബന്ധമുള്ള കാര്യമല്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ഒന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് രസഗുള ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നിച്ചിട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ടെമ്പറേച്ചർ അങ്ങ് കുറയും. അപ്പോൾ അതൊക്കെ ഈ രസഗുളയുടെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണതിൻ്റെ കാര്യം. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് സമയം മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ ബോൾസിൻ്റെ ഒക്കെ രസഗുളയുടെ ഒക്കെ വലിപ്പം നന്നായിട്ട് വലുതായില്ലേ നോക്കി. എത്ര നന്നായിട്ട് വലുതായേക്കണേന്ന് നോക്കി. ഇനി ഇത് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ രസഗുള ഇവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10-12 മിനിറ്റ് സമയം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തുറന്നിരുന്ന് ഒന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പൂണ് വെച്ചോ തവി വെച്ചോ ഒന്നും ഇളക്കുകയും ചെയ്യരുത്. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. തുടക്കത്തിൽ ആദ്യം മൂടി വെച്ച് നമ്മൾ ചെയ്യുമല്ലോ, അത് 5 മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. പിന്നീടാണെങ്കിലും 10 മിനിറ്റ് നന്നായിട്ട് തുറന്നു വെച്ച് വേവിക്കുമ്പോഴും ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചോ തണുപ്പിക്കാൻ നോക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രസഗുളകളെല്ലാം ഭയങ്കര ഹാർഡായി പോകും. നമ്മുടെ രസഗുള കണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കി. ഇതേ കണ്ടോ, നന്നായിട്ട് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലതുപോലെ പ്രസ്സായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് രസഗുള ഉണ്ടാക്കേണ്ടത് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പാല്, അത് നല്ല പാലായിരിക്കണം. പറ്റുമെങ്കിൽ പശുവിൻ പാൽ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല, നല്ല ഗുണമെന്മയുള്ള പാക്കറ്റ് പാല് സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിളച്ച് വരുന്ന സമയത്ത്, ആ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ നാരങ്ങാനീര് ഒഴിക്കരുത്. അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ലോ ചെയ്തിട്ട് വേണം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതായാലും അത് എടുക്കണ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത്രയും തന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി പാലിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യണം. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അല്പം പോലും തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി തിരുമ്മി നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് ഒരു കാര്യം. പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്നിച്ചിടാതെ ഓരോന്നായിട്ട് പറക്കി ഇടണം. ഈ രസഗുള ബോൾസ് പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചിട്ട് ശേഷം മാത്രമാണ് ഈ രസഗുള നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടാൻ പാടുള്ളൂ. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, അല്ല ഒന്നിച്ച് ഇടാതിരിക്കുക. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള രസഗുള നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും രസഗുള ഉണ്ടാക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.